അപരിചിതൻ രണ്ടാം ഭാഗം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അപരിചിതൻ രണ്ടാം ഭാഗം. അങ്ങനെ അപരിചിതന്റെ രണ്ടാം ഭാഗം കൂടി വരുന്നുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ നൽകപ്പെടുന്നത്. രണ്ടാം ഭാഗത്തിന്റെ ആലോചന നടക്കുന്നുണ്ടെന്ന് സംവിധായകൻ പറയുകയാണ്. മമ്മൂട്ടി യെസ് മൂളുമോ എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് സംശയം. മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ഉൾക്കൊള്ളിച്ചായിരിക്കുമോ ഈ ചിത്രം എന്ന സംശയമാണ് ആരാധകർക്കെല്ലാം ഇപ്പോൾ ഉള്ളത്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി സഞ്ജീവ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അപരിചിതൻ. 2004 ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. ബോക്സ് ഓഫീസിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ പോയ അപരിചിതൻ പിൽക്കാലത്ത് ഒട്ടേറെ പേരുടെ ഇഷ്ടചിത്രമായി മാറുകയായിരുന്നു. ഓജോ ബോർഡിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ ഒരു ഹൊറർ ത്രില്ലർ ചിത്രമായിട്ടായിരുന്നു അണിയറയിൽ അപരിചിതൻ അന്ന് പുറത്തിറങ്ങിയത്. ഇതിന്റെ രണ്ടാം ഭാഗം പരിഗണനയിൽ ഉണ്ടെന്നാണ് സംവിധായകൻ സഞ്ജീവ് ശിവൻ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ തുടർച്ച ആലോചനയിൽ എന്ന ക്യാപ്ഷനോട് കൂടി അപരിചിതൻ സിനിമയുടെ പോസ്റ്റർ സഞ്ജീവ് ശിവൻ പങ്കുവച്ചിട്ടുമുണ്ട്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ഉൾക്കൊള്ളിച്ച് തന്നെയായിരിക്കുമോ ഈ ചിത്രം എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്കെല്ലാം ഉള്ളത്. കാരണം അപരിചിതനിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം മരിച്ചതായിട്ടാണ് കാണിക്കുന്നത്. ഹൊറർ ത്രില്ലർ എന്ന ജോണറിൽ ഇപ്പോഴും ഏറെ ആരാധകരുള്ള ചിത്രം കൂടിയാണ് അപരിചിതൻ. കാവ്യമാധവൻ, മന്യ, കാർത്തിക, ജഗതി ശ്രീകുമാർ, വിനീത് കുമാർ എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങളെന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന അപരിചിതൻ 2-ൽ എങ്ങനെയായിരിക്കും, ആരൊക്കെയായിരിക്കും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക? മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ഉൾക്കൊള്ളിച്ചായിരിക്കുമോ ഈ ചിത്രം എന്ന സംശയമാണ് ആരാധകർക്കെല്ലാം ഇപ്പോൾ ഉള്ളത്. കാരണം അപരിചിതൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം മരിച്ചതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഹൊറർ ത്രില്ലർ എന്ന നിലയിൽ ഇപ്പോഴും ഏറെ ആരാധകരുള്ള ചിത്രം കൂടിയാണ് അപരിചിതൻ. കാവ്യമാധവൻ, മന്യ, കാർത്തിക, ജഗതി ശ്രീകുമാർ, വിനീത് കുമാർ എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങളെന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ ആകട്ടെ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കാവ്യമാധവൻ, മന്യ, കാർത്തിക, വിനീത് കുമാർ എന്നിവരും ഇപ്പോൾ സിനിമയിൽ സജീവമായിട്ട് അഭിനയ രംഗത്തുള്ളവരല്ല. വിനീത് കുമാർ ഇപ്പോൾ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പോൾ ബ്രില്യന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ വർക്കുകൾ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇനി വരുന്ന അപരിചിതൻ 2-ൽ ഇവരെല്ലാം ഒരുമിക്കുമോ അതോ ഇവരെല്ലാം വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുമോ എന്നൊക്കെ ആളുകൾക്ക് ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവരുടെയും ആകാംക്ഷകൾ നിലനിൽക്കുന്നത്. കാരണം മമ്മൂട്ടിയുടെ കഥാപാത്രം മരിച്ച സ്ഥിതിക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുമോ അതോ അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിലുള്ള സിനിമയായിരിക്കുമോ അതോ വ്യത്യസ്തമായ മറ്റൊരു സിനിമയായിരിക്കുമോ എന്നൊക്കെ കാത്തിരിക്കുകയാണ് ആരാധകർ. ഇതുവരെ മമ്മൂട്ടി ഈ ചിത്രത്തിന് യെസ് മൂളിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതുവരെ ഈ സിനിമയെ കുറിച്ച് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം ഇതെല്ലാം ഒരുപക്ഷെ ഊഹാപോഹങ്ങളിൽ നിന്ന് വല്ല കഥകളുമായിരിക്കാം. ഏതായാലും കാത്തിരിക്കാം. അപരിചിതൻ 2 എന്ന സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ബ്രഹ്മയുഗം എന്ന സിനിമയെ കുറിച്ചുള്ള വലിയ ആകാംക്ഷകളും വലിയ ഹൈപ്പും ഒക്കെ നിലനിൽക്കുമ്പോൾ ബ്രഹ്മയുഗം ഒരു സിനിമ രീതിയിൽ അത് വൻ വിജയമായി മാറുമ്പോൾ ഒരുപക്ഷെ ഈ സിനിമ വന്നേക്കാം എന്നാണ് ഏറെ പേരും ചർച്ച ചെയ്യുന്ന വിഷയം. ഹൊറർ ജോണറിൽ ഇപ്പോൾ ഒരുപാട് സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ തന്നെ നായകത്വത്തിൽ ഈ സിനിമ വരുന്നത് കാണാൻ. എങ്ങനെയായിരിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.